രാജ്യത്തെ തൊഴിലാളികളുടെയും ട്രേഡ് യൂണിയനുകളുടെയും പ്രതിപക്ഷ പാർട്ടികളുടെയും ശക്തമായ പ്രതിഷേധവും എതിർപ്പും അവഗണിച്ച് നരേന്ദ്രമോദി സർക്കാർ ഏകപക്ഷീയമായി പാസാക്കിയ 4 ലേബർ കോഡുകൾക്ക് പിന്നാലെ യൂണിയൻ തൊഴിൽ മന്ത്രാലയം ഒക്ടോബർ 8 പുറത്തിറക്കിയ കരട് ശ്രംശക്തി നീതി 2025 അഥവാ തൊഴിൽ നിയമന നയം തൊഴിലാളികളുടെയും അതുമായി ബന്ധപ്പെട്ട ഇതര വിഭാഗങ്ങളുടെയും വ്യാപകമായ എതിർപ്പ് ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നു. തൊട്ടടുത്ത ദിവസം ഒക്ടോബർ 9 യൂണിയൻ വിദ്യുത് ശക്തി മന്ത്രാലയം പുറത്തുവിട്ട കരട് വിദ്യുത് ശക്തി ബിൽ 2025 ലക്ഷ്യം വെക്കുന്നത് രാജ്യത്തെ കർഷകരെയാണ്. തൊഴിലാളികളും കർഷകരും ഉൾപ്പെടെ അടിസ്ഥാന ജനവിഭാഗങ്ങൾ സംഘടിത വിലപേശലിലൂടെയും പോരാട്ടങ്ങളിലൂടെയും നേടിയെടുത്ത പ്രാഥമിക അവകാശങ്ങൾ പോലും നിഷേധിക്കാനും തൊഴിലിനും കൃഷിക്കുമുള്ള പൗരന്മാരുടെ അവകാശം സംരക്ഷിക്കുകയെന്ന തെരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ സർക്കാരിന്റെ ഉത്തരവാദിത്വം കൈയൊഴിയുന്നതുമാണ് മോഡി സർക്കാരിന്റെ മേൽ വിവരിച്ച നടപടികൾ. 10 കേന്ദ്ര ട്രേഡ് യൂണിയനുകളുടെ സംയുക്ത വേദിയും കർഷക സംഘടനകളുടെ സംയുക്ത വേദിയായ സംയുക്ത കിസാൻ മോർച്ചയും കേന്ദ്ര സർക്കാരിന്റെ ഉദ്ദേശശുദ്ധിയിൽ ആശങ്ക പ്രകടിപ്പിക്കുകയും അവയ്ക്കെതിരെ രാജ്യവ്യാപകമായ പ്രതിഷേധം സംഘടിപ്പിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ഒക്ടോബർ 18 ചേർന്ന കർഷകരുടെയും തൊഴിലാളികളുടെയും സംയുക്ത യോഗം രാജ്യവ്യാപകമായ വിഷയത്തിൽ പ്രചാരവേല സംഘടിപ്പിക്കാനും കരട് ശ്രംശക്തി നീതിക്കും വിദ്യുത് ശക്തി ഭേദഗതി നിയമത്തിനുമെതിരെ ജില്ലാ കളക്ടർമാർക്കും രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനും മെമ്മോറാണ്ടം സമർപ്പിക്കുവാനും തീരുമാനിച്ചു. രാജ്യത്തിന്റെ മതനിരപേക്ഷ ജനാധിപത്യം സംരക്ഷിക്കുവാനും മോഡി സർക്കാർ പിന്തുടരുന്ന പ്രതിലോമകരവും അടിച്ചമർത്തൽ സ്വഭാവത്തോടു കൂടിയതുമായ കോർപ്പറേറ്റ് അനുകൂല തൊഴിലാളി കർഷക വിരുദ്ധ ദേശവിരുദ്ധ നയങ്ങളെ ചെറുക്കാൻ ബഹുജനങ്ങളെ അണിനിരത്താൻ യോഗം രാജ്യത്തെ കർഷകരോടും തൊഴിലാളികളോടും ആഹ്വാനം ചെയ്തു. രാജ്യത്തെ കോടാനുകോടി വരുന്ന എല്ലാ വിഭാഗം തൊഴിലാളികളെയും തികച്ചും പ്രതികൂലമായി ബാധിക്കുന്ന ശ്രംശക്തി നീതി തൊഴിലാളികളോടോ അവരുടെ ട്രേഡ് യൂണിയനുകളോടോ യാതൊരു ആലോചന കൂടാതെയും അഭിപ്രായം ആരായാതെയുമാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. പ്രസ്തുത നയം പ്രതികൂലമായി ബാധിക്കുന്ന തൊഴിലാളികൾ, സ്ഥാപനങ്ങൾ, പൊതുജനങ്ങൾ എന്നിവരുടെ പ്രതികരണങ്ങൾ, നിർദ്ദേശങ്ങൾ എന്നിവ അറിയാൻ ഒക്ടോബർ 27 വരെ 20 ദിവസങ്ങളാണ് തൊഴിൽ മന്ത്രാലയം അനുവദിച്ചിട്ടുള്ളത്. 2019-2020 കാലയളവിൽ ഏകപക്ഷീയമായി പാസാക്കിയ 4 ലേബർ കോഡുകൾക്ക് സമാനമായ രീതിയിൽ തൊഴിൽ സംബന്ധമായ ഉന്നത ത്രികക്ഷി സമിതിയായ ഇന്ത്യൻ ലേബർ കോൺഫറൻസിനെ പോലും വിശ്വാസത്തിലെടുക്കാതെയാണ് പ്രസ്തുത കരട് നയം പ്രഖ്യാപിച്ചിട്ടുള്ളത്. 2013 ILC ഒരു ദേശീയ തൊഴിൽ നയം ആവിഷ്കരിക്കേണ്ടതിന്റെ ആവശ്യകത ഉന്നയിച്ചിരുന്നു. എന്നാൽ 11 വർഷത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് മോഡി സർക്കാർ ഇപ്പോഴത്തെ വിവാദ കരട് നയം പുറത്തിറക്കിയിരിക്കുന്നത്. 2015 ശേഷം ILC യോഗം വിളിച്ചുകൂട്ടാൻ പോലും തയ്യാറാവാത്ത കേന്ദ്ര സർക്കാർ ജനാധിപത്യപരമായ കൂടിയാലോചനകൾ യാതൊന്നും കൂടാതെയാണ് തങ്ങളുടെ പ്രതിലോമകരമായ തൊഴിൽ നയം രാജ്യത്തിനുമേൽ അടിച്ചേൽപ്പിക്കാൻ മുതിർന്നിരിക്കുന്നത്. AITUC, AIBEA, ഇന്റർനെറ്റ് ഫ്രീഡം ഫൗണ്ടേഷൻ തുടങ്ങിയ സംഘടനകളും CTUവും കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തിൽ ശക്തമായ പ്രതിഷേധമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊഴിലിനെ പൗരന്മാരുടെ ജീവിതായോധനത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമായി അംഗീകരിക്കുന്നതിന് പകരം അത് തൊഴിലാളികളുടെ മതപരവും ധാർമ്മികവുമായ ഉത്തരവാദിത്വമായി വ്യാഖ്യാനിക്കാനാണ് ശ്രംശക്തി നീതി ശ്രമിക്കുന്നത്. മനുസ്മൃതി മുതൽ അർത്ഥശാസ്ത്രം വരെയുള്ള പുരാതന മതലിഖിതങ്ങൾ വ്യാപകമായി ഉദ്ധരിച്ചുകൊണ്ടാണ് അതിന് അവർ ശ്രമിക്കുന്നത്. തൊഴിൽ ചൂഷണത്തിനെതിരെ ഇടപെടേണ്ട സർക്കാർ ആ ഉത്തരവാദിത്വം കൈയൊഴിഞ്ഞ് അതിന് അവസരമൊരുക്കുന്ന ശക്തിയായി പുതിയ നയത്തിൽ രൂപം മാറുന്നു. വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മയുടെ പശ്ചാത്തലത്തിൽ തൊഴിലവസരം സൃഷ്ടിക്കുകയെന്ന പ്രാഥമിക ഉത്തരവാദിത്വം സർക്കാർ പുതിയ നയത്തിലൂടെ കൈയൊഴിയുന്നു. പുതിയ നയം രാജ്യത്തെ എല്ലാ തൊഴിലാളികളെയും അവർ ഔപചാരിക, അനൗപചാരിക, കുടിയേറ്റ, ഗിഗ് തൊഴിലാളികളാണെന്ന വ്യത്യാസം കൂടാതെ ഒരു ഏകീകൃത ഡിജിറ്റൽ വ്യവസ്ഥയുടെ കീഴിൽ കൊണ്ടുവരാനാണ് ലക്ഷ്യം വെക്കുന്നത്. തൊഴിൽ ആനുകൂല്യങ്ങൾ, തൊഴിലിട സുരക്ഷിതത്വം, എംപ്ലോയീസ് പ്രൊവിഡൻസ് ഫണ്ട്, അസംഘടിത തൊഴിലാളികൾക്കായുള്ള ഇ-ശ്രം പോർട്ടൽ, നാഷണൽ കരിയർ സർവീസ്, തൊഴിലാളികൾക്കായുള്ള ആരോഗ്യ ഇൻഷുറൻസ് സേവനം, സാർവത്രിക സാമൂഹിക സുരക്ഷാ അക്കൗണ്ട് തുടങ്ങി തൊഴിലാളികളെ സംബന്ധിക്കുന്ന എല്ലാ സേവനങ്ങളും നയം നടപ്പാക്കുന്നതോടെ ഈ ഏകീകൃത ഡിജിറ്റൽ വ്യവസ്ഥയുടെ കീഴിൽ കൊണ്ടുവരാനാണ് ശ്രമം. ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്നതോടെ കോടാനുകോടി ഗ്രാമീണ തൊഴിലാളികൾക്ക് തൊഴിലവസരം നഷ്ടപ്പെട്ടതിന് സമാനമായ സ്ഥിതിവിശേഷമായിരിക്കും സൃഷ്ടിക്കപ്പെടുകയെന്ന് IFF മുന്നറിയിപ്പ് നൽകുന്നു. രാജ്യത്തെ മൊബൈൽ ഫോൺ ഉപഭോക്താക്കളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ മുഴുവൻ ജനങ്ങളും
സംസ്ഥാനങ്ങളും ഇന്റർനെറ്റ് സാക്ഷരത കൈവരിച്ചുവെന്ന അവകാശവാദം അടിസ്ഥാനരഹിതമാണെന്ന് തൊഴിലുറപ്പ് പദ്ധതി സാക്ഷ്യപ്പെടുത്തുന്നു. വസ്തുത ഇതായിരിക്കെ മോഡി സർക്കാരിന്റെ ശ്രമശക്തി നീതിയിൽ പതിയിരിക്കുന്ന അപകടം തിരിച്ചറിഞ്ഞ് അതിനെ പ്രതിരോധിക്കാൻ ജനങ്ങളെ ഒന്നാകെ അണിനിരത്തുന്നതിൽ തൊഴിലാളികൾക്കും കർഷകർക്കും അവരുടെ സംഘടിത ശക്തിക്കും പ്രത്യേക ഉത്തരവാദിത്വമാണുള്ളത്. ഇടതുപക്ഷ പാർട്ടികളും വർഗ ബഹുജന സംഘടനകളും ഉൾപ്പെടെ പ്രതിപക്ഷം ഒന്നാകെ മോഡി സർക്കാരിന്റെ ഈ പ്രതിലോമ നയങ്ങളെ ചെറുത്ത് പരാജയപ്പെടുത്താൻ മുന്നോട്ട് വരേണ്ടതുണ്ട്.